നടികർ ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ. ഒറ്റ വാക്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞതിന് മുന്നേ സിനിമ എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയണം. അല്ലാതെ അത് വെറുതെ ഒറ്റടിക്ക് പറയാൻ പറ്റിയ ഒരു സിനിമ അല്ല. അപ്പോൾ സിനിമ എന്താ പറയുക, എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, സിനിമൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഞാൻ നല്ല രീതിയിലാണ് എൻജോയ് ചെയ്തു. സിനിമൻ്റെ ഫസ്റ്റ് ഹാഫ് അത് എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന സമയത്തും ഈ എന്താ പറയുക, അപ്പോൾ ഈ ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ടോബി ചെയ്യുന്നത്. ആക്ടറായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ അത് സിനിമൻ്റെ ഈ ക്യാരക്ടറൊക്കെ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ക്യാരക്ടറിൻ്റെ ജേണി വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചും തോന്നണമെന്നില്ല. അതായത് ഇങ്ങനെ എന്താ പറയുക, ഈ ഹുക്ക് ചെയ്തിരുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഈ ഒന്ന് രണ്ട് രീതിയിൽ പോവാം. അപ്പോൾ അതായത് എൻ്റർടൈൻഡ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, അതല്ലാതെ ആ ഒരു ജേണീൻ്റെ ഭാഗം നമ്മളിങ്ങനെ കണ്ടിരിക്കുന്ന ജേണിയുടെ ഒരു ഭാഗമായിട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജേണിയിൽ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ മാറി മറയണ പല ഇമോഷൻസ് നമുക്ക് കണക്ട് ആവണം. ഇത് എനിക്ക് പേഴ്സണലി കണക്ട് ആയിട്ടില്ല, പക്ഷേ നല്ല രസമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി, എൻ്റർടൈൻമെൻറ്റ്. അതായത് കുറേ പാട്ട് അതല്ല, പക്ഷേ ഈ എന്തുണ്ടല്ലോ ടോവിനോൻ്റെ ആ ഒരു സ്വാഗും ആ മുട്ടാൻ ഫിഗറാണ് ഇതിൽ. ഓയ്യോ, അതിൽ ഈ ഒരു കാപ്പി കളർ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ട് കിടിലൻ. ആ ടോവി ഇത് മൊത്തത്തിൽ കിടിലനാക്കി വെച്ചിട്ടുണ്ട്. സത്യം ഗംഭീരമായിട്ട് ഈ റോള് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വരാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, ടോവിനോൻ്റെ ഈ അഹങ്കാരവും മറ്റെന്താ പറയുക, ഈഗോ, അതേപോലെ തന്നെ ബാക്കി കാര്യം, പൈസൻ്റെ ഹുങ്ക്, അങ്ങനത്തെ കുറേ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, സെറ്റിൻ്റെ ഡയറക്ടർമാരായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ അങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമായി, നല്ലൊരു വൈബായിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോയത്. പിന്നെ അങ്ങനത്തെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സമയത്തും വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ബാക്കിലാണ് സെക്കൻഡ് ഹാഫ്. പക്ഷേ സ്റ്റിൽ സെക്കൻഡ് ഹാഫ് അങ്ങനെ പോകുമ്പോഴും വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, അതായത് സിനിമൻ്റെ അകത്തുള്ള സിനിമ എന്ന് പറയില്ലേ, അത് ആണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൽ കാണിക്കുന്നത്. ഇൻ്റെ പോയി ബോറെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ ബോറ്. അതിൽ അനുമേനോൻ്റെ കുറച്ച് ഡയലോഗും കുറച്ച് പെർഫോമൻസൊക്കെ ഉണ്ട്. ഇറങ്ങി ഓടാൻ തോന്നുക, സത്യം പറയാം, തിയേറ്ററിൽ ഇറങ്ങി ഓടാൻ തോന്നുന്നു. അത് രണ്ടാൾക്കാർ ഇറങ്ങി പോയി ഈ ഒരു സംഭവം വന്നപ്പോൾ. അത് എന്തൊക്കെയോ ഡയലോഗ്, ഇതിങ്ങനെ ദിസ് ഈസ് മൈ ഹാൻഡ്, ബ്ലഡി ഹാൻഡ്, ഇങ്ങനെ പറയാം. വെറുതെ ഇട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊടഞ്ഞിട്ടും ഇങ്ങനെ വിറച്ചിട്ടും വെറുതെ. അതൊക്കെ കൂടെ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അതുവരെ നമുക്ക് കിട്ടിയൊരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് മൊത്തം അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് പറയുമ്പം പറയാം, അത് ഫസ്റ്റ് ഹാഫ് നല്ലപോലെ പോയി, സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി, ക്ലൈമാക്സ് മാത്രമേ കുഴപ്പമുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഈ റിവ്യൂ പറയാം. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ലൈമാക്സ് ആണ് ആ സിനിമനെ മൊത്തം നശിച്ച്. അത് പറയാം, അതിൻ്റെ മുന്നൊക്കെ ചില വെബ് സീരീസും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഇനി ഞാൻ ഇപ്പോൾ ക്ലൈമാക്സ് മോശമാണെങ്കിൽ ക്ലൈമാക്സ് മാറ്റി നിർത്തിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ ഞാൻ. പക്ഷേ ഇതിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അതിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ലേ, പക്ഷെ ക്ലൈമാക്സ് കാരണം ആ ഒരൊറ്റ സാധനം, അതായത് അവസാനത്തെ 20 മിനിറ്റ് പോയത് എനിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ പോലെയാണ്. അത്ര അധികം സഹിക്കാൻ പറ്റാത്ത ക്ലൈമാക്സ്. വെരി സോറി ടു സേ ദിസ്. അത്ര അധികം ഞാൻ പറയില്ല. സാധാരണ അല്ല, ഇങ്ങനെ ഭയങ്കര റയറായിട്ടേ പറയുള്ളൂ. പക്ഷേ ക്ലൈമാക്സ് സത്യം പറയാൻ സഹിക്കാൻ പറ്റില്ല. ഈ സിനിമയിലെ ക്ലൈമാക്സ് അത് ആ സിനിമനെ മൊത്തം നശിപ്പിച്ച്. ആ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇത് രസമായത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഇൻ്റർവെല്ലായപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വൈബ് മാത്രമല്ല, അത് ഏതൊക്കെ വെച്ചാൽ ഇൻ്റർവെല്ല് അത് അത്രയും എൻഗേജിങ് ചെയ്യുന്നത്. ഈ പറയണ കുക്ക് ചെയ്തിരുത്തലും കൊളത്തിയിടലും മീനെ പിടിക്കാടലും ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നല്ല രസമായിട്ട് അങ്ങനെ ഒരു ജേണി ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫും കുഴപ്പമില്ലാതെ പോയെങ്കിലും ഞാൻ പറഞ്ഞു, ക്ലൈമാക്സ് സിനിമനെ അങ്ങനെ അങ്ങോട്ട് മലത്തി വെച്ച് ഭയങ്കര മോശമായി പോയി. അത്രക്ക് വൃത്തിക്കട്ട ക്ലൈമാക്സ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ ടോവിനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് കരിയറിൽ ഏറ്റവും അധികം പെർഫോമൻസ് വൈസ് കുറച്ചൊരു ബുദ്ധിമുട്ടിയിട്ട് ചെയ്തതിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ ഒന്നുണ്ടല്ല, ഇതിപ്പോൾ ഒരാളാണെങ്കിൽ 2-3 തരത്തിൽ ഇത് അഭിനയിക്കാനുണ്ട് ടോവിനോക്ക്. ഒന്ന്, ഇത് ഈ ആക്ടറായിട്ട് ഡേവിഡ് പടിക്കലായിട്ട്, അത് ഡേവിഡ് പടിക്കൽ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എൻ ഹ്യൂമൻ, മനസ്സിലായില്ലേ, അത് ചെയ്യണം. ഇത് രണ്ടും ഇത് ചെയ്യണതിന് ഉപരി എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞ ആക്ടറുണ്ടല്ലോ, ഈ ആക്ടറിനെ ഡെവലപ്പായി വരുന്നുണ്ട്. അതായത് അഭിനയത്തിൽ തന്നെ ഡെവലപ്പായി വരുമ്പോൾ വരുന്ന ആ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ മാറ്റം, കാര്യങ്ങൾ, എക്സ്പ്രഷൻ്റെ മാറ്റങ്ങൾ, ഇതൊന്നും ചെയ്യാൻ എളുപ്പമല്ല. അത് അത്രയും സ്കില്ലുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അത് ഒരു സെക്കൻഡ് പോലും ടോവിനോൻ്റെ ഈ ഒരു 3 കാറ്റഗറിയിലുള്ള പെർഫോമൻസിലും ടോവിനോനെ ഞാൻ പറഞ്ഞത് ഈ സിനിമ പൊട്ടി ടോവിനെ ബാധിക്കുന്നു തോന്നുന്നില്ല. കാരണം അമ്മ അതിൽ പെർഫോമൻസ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ടോവി അടുത്ത് ഇങ്ങനെ ഒന്ന് തോളത്തേറ്റി കൊണ്ടുപോകുന്ന ടോവിയാണ്. പിന്നെ അത് അനുമേനോൻ്റെ ക്യാരക്ടർ വന്നിട്ട് പൊളിച്ചെന്നുള്ളൂ. ആ അനുമേനോനെ പറഞ്ഞ കാര്യം അമ്മായി ഡയലോഗൊക്കെ എഴുതി വെച്ചിരിക്കണേ. പിന്നിപ്പോൾ എന്താ ചെയ്യുക, അനുമേനോക്ക് കൊടുത്താൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയൊരു സിനിമയിൽ പിന്നെ അവനെ ഒരു ലോഡ് നടന്മാരുണ്ട്. ഇതിൽ സിനിമക്ക് അടുത്തുള്ള സിനിമ എന്ന് പറഞ്ഞ സമയത്ത് അതേ കിടക്കുന്ന സമയത്ത് ഷൈൻ ടോം ഇങ്ങനെ വെറുതെ വന്ന് യൂണിവേഴ്സിറ്റികളെ പോലെ പോകുന്നുണ്ട്. ഇന്ദ്രൻസ് ചേട്ടന് വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ എത്രയ്ക്കോ. അപ്പോൾ ഇതിൽ അഭിനയിച്ച ആൾക്കാരെ പേര് പറയുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു.
അത് മെയിൻ ടോവിനോ, മറ്റേ സൗബിന്, സുരേഷ്, മറ്റേ ബാലു, പിന്നെ സലീംകുമാറിൻ്റെ മോനില്ലേ, സലീംകുമാറിൻ്റെ മോനെ കുറച്ചെന്തോ ഉള്ളൂ, ഒരു 5-6 സീനുള്ളൂ. അതും ഇല്ല, അത്ര കുറവ് സീന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പറഞ്ഞല്ലോ, അത് ഇങ്ങനെ ഇത്രയോ ആക്ട് നടന്ന. പിന്നെ ഭാവന എന്തിനെതിരെ വന്നതെന്നുള്ളൊരു ചോദ്യമാണ്. അത് വേറെ കഥ. അത് ആകെ 5-6 സീനുള്ളൂ. 5-6 സീനൊക്കെ എന്തിനാണ് ഒരാളപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, 5-6 സീനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പിന്നെ ആക്ടിങ് ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഭാവന കുറച്ച് സീനുള്ളൂ എന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുള്ള ആ ഒരു സീനുകളുണ്ടല്ലോ, ആ റോള് വെറുതെ ഡയലോഗ് പറയാന്നുള്ളൂ, അങ്ങനെ അഭിനയിക്കാനുള്ളതൊന്നും ഇല്ല ഭാവനയ്ക്ക്. പക്ഷേ എന്നാലും കിട്ടിയിട്ടുള്ള ക്രിഞ്ചാക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിലെടുത്ത് പറഞ്ഞ വേറെ സാധനം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂംസാണ്. ഗംഭീര കോസ്റ്റ്യൂംസ്. എന്താ ഇതിൽ ഓരോ കോസ്റ്റ്യൂംസ് ഇട്ടോ നല്ല രസമാണ് കാണാൻ കേട്ടോ. പ്രത്യേകിച്ച് ടോവിനോൻ്റെ, ബാക്കിയുള്ളവരുടെ അങ്ങനെ ഒരു നോർമൽ രീതിയിൽ പോകുന്നത്. പക്ഷേ ടോവിനോ അതിലിടുന്ന സാധനങ്ങൾ കുറച്ചുണ്ട്. അത് മിക്കവാറും ട്രെൻഡ് സെറ്ററായി എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ട് ചിലരൊക്കെ ഇറങ്ങിയിരിക്കും, കുറേ ഉണ്ടല്ലോ. പക്ഷേ ഓരോ ടീഷർട്ടും അതും ഇതും അതൊക്കെ ഇടണ കാണാൻ ഗെറ്റപ്പാണ് ഇതിൽ ഫുള്ള് ടോവി. അതാ കോസ്റ്റ്യൂംസ് ഭീകരമാണ്. അതുപോലെ തന്നെ BGM ഇങ്ങനെ ഇരുന്നു. പക്ഷേ അതെന്താണെന്ന് പറയുക, ക്ലൈമാക്സ് ഒക്കെ കൊണ്ടേ കളഞ്ഞ് അതാവട്ടെ പോയി. അതായത് കുറേ എഡിറ്റ് ചെയ്യാതെ ഒരു വീഡിയോ ക്ലിപ്പ് ക്ലൈമാക്സിൽ കൊണ്ടുവന്നാൽ പേസ്റ്റ് ചെയ്ത പോലെ തോന്നി. ശരിക്കും അതാണ് ആ സിനിമനെ മൊത്തം അങ്ങോട്ട്, അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു മോശം എന്നുള്ളൊരു വൈബ് നമുക്ക് കിട്ടാനുള്ളതിൻ്റെ കാരണം അതാണ്. അപ്പം അങ്ങനെയൊക്കെ കൂടി പോയൊരു സിനിമയാണ്. ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ കണ്ട് എത്തിക്കാം, അത്രേ ഉള്ളൂ. അതായത് അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ആവറേജിൽ കണ്ട് എത്തിക്കാം, അത് തള്ളി പൊടിച്ചണ്ട് എത്തിക്കാം ആവറേജിലേക്ക്. അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയി, സെക്കൻഡ് ഹാഫ് ഒന്ന് കുറച്ചും ലോ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു താളത്തിൽ ഇങ്ങനെ പോയി. പക്ഷേ ക്ലൈമാക്സ് ബാക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടേ കളഞ്ഞു. നമ്മൾ ഈ ചീട്ടിൻ്റെ കളി കളിക്കുമല്ലോ, ഈ ചീട്ടിൻ്റെ ഇങ്ങനെ വീട് പോലെ ഇങ്ങനെ വെച്ചിട്ട് കളിക്കുമ്പോൾ അതിലൊരു ചീട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് പോകും. അതുവരെ നമ്മൾ എത്ര ഉണ്ടാക്കിയത് നല്ല പോലെ ചെയ്ത് എന്ന് പറഞ്ഞാലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയത്താവും പോവുക, ചിലപ്പോൾ മേലത്താവും പോവുക. മനസ്സിലായി? ഇത് അങ്ങനെ ഇങ്ങനെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആവറേജിലേക്ക് എത്തിക്കാം. അപ്പോൾ ഞാൻ വളരെ മലം കൊലിട്ടെന്നൊന്ന് പറയാനുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു കേട്ടിരുന്നു, ടോവിനോൻ്റെ അടുത്ത ബോംബ്, ചേമ്പ്, മാങ്ങ, അതങ്ങനൊന്നുമില്ല. പക്ഷേ ഒരു ആവറേജ് രീതിയിലൊക്കെ പെടുത്താൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് ആണ് ഇങ്ങനെ മനസ്സിൽ വരുന്നത്. ഓട്ടെ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടു പോയി, പേര് സൗബിനാണ്. സൗബിൻ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. സൗബിനും കിടങ്ങനായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലുവൊക്കെ ഈ ഇമോഷണൽ സംഭവം വരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ബാലു അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പെർഫോമൻസിലൊന്നും പറ്റിയോ ഒരു കുഴപ്പം വന്നിട്ടില്ല. പക്ഷേ ഈ അവസാനത്തെ ക്ലൈമാക്സും വലിച്ചിട്ട് സിനിമ ഒരു അബവ് എവറേജിലൊക്കെ നിൽക്കേണ്ട ഒരു സിനിമയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ക്ലൈമാക്സ് അതെന്താണ് അവർ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലായി. അതെന്താ കണ്ടിട്ട് നമ്മൾ കാര്യമാണ്. അതൊരു പട്ടിക്കുട്ടി പോലും ക്ലൈമാക്സ് ഉണ്ടാ കാര്യമില്ല. ക്രിഞ്ചാണ് അവസാനത്തെ 20-25 മിനിറ്റ്. ഇതാണ് അനുമാനൊക്കെ കൊടുത്തിട്ട് പറയലോ. അവർ അനുമാനക്ക് അഭിനയം അറിയില്ല എന്നുള്ളതല്ല ഞാൻ പറയണ കേട്ടാ. പക്ഷേ അത് ബോറായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? വേറെ സിനിമ എനിക്കൊരു ആവറേജ് എനിക്ക് അത്ര തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമനെ പറ്റി ഈ സിനിമ എനിക്ക് തോന്നിയില്ല. അത്ര ക്ലൈമാക്സ് കാരണമാണ്. ഇപ്പോൾ സെപ്പറേറ്റ് ആയി പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് കുറച്ച് നേരം ഒക്കെ, അവസാനത്തെ 20 മിനിറ്റ് ബോറിംഗ് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവറോൾ എനിക്ക് വന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്, 1-2 ഫൈറ്റ് ഉണ്ട്. ടോവിനോൻ്റെ ബോഡി സെറ്റാണ്, ടോവി ലുക്കാണ് ഓബിയസ്ലി. അപ്പോൾ ഒരു 2 അടിയാണ്, അതിന് വേണ്ടി 2 അടി. അത് ആട്ടിൻ്റെ ഒരു കാര്യമില്ല അവിടെ. വെറുതെ 2-5-6 ചെക്കന്മാർ വന്നിട്ട് ആരും അറിയാൻ ചോദിക്കണം അടിക്കണം. എന്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫൈറ്റ്. തെറിവിളിത്തിന് ദേഷ്യം വരുമ്പോഴല്ല തെറി വിളിക്കുന്നത്, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജൂനിയറാണ് നിൽക്കുന്നത്. കുറച്ച് തെറിവാണോ, കുറച്ച് തെറി, ബസ് അതന്നെ. അങ്ങനെയൊക്കെ കൂടി ഒരു ആവറേജിലേക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് സിനിമയെ പറ്റിയിട്ട് തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് സാക്കിബ് ടോക്സ്, സൈനിങ് ഔട്ട്.